ശ്രീലാസം മുംബൈ കഴിഞ്ഞ 25 വർഷക്കാലമായി മുംബൈ സിറ്റിയിൽ തെരുവിൽ കിടക്കുന്ന ആളുകളെ രക്ഷിച്ച് ഭവനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു വലിയൊരു പദ്ധതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കഴിഞ്ഞ ഒരു മാസക്കാലം റെസ്ക്യൂ നൈറ്റ് 2024 എന്നുള്ള നിലയിൽ വീണ് കിടക്കുന്ന ആളുകളെ, കഷ്ടപ്പെടുന്നവരെ, നിരാലംബരായ ആളുകളെ, എഴുന്നേറ്റ് ഇരിക്കുവാൻ കഴിവില്ലാത്തവരെ രക്ഷിച്ച് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. 140 പേരോളം ആളുകളുണ്ട്. റെസ്ക്യൂ നൈറ്റ് എന്ന് പറഞ്ഞാൽ റെസ്ക്യൂ ആൻഡ് റീയൂണൈറ്റ്, രക്ഷിച്ച് സൗഖ്യമാക്കി വീടുകളിലെത്തിക്കുക, മനോഹരമായ ശുശ്രൂഷ നടക്കുവാൻ ഇടയായിത്തീർന്നു. മുംബൈയിലുള്ള മറ്റ് ഒത്തിരി സമാജങ്ങൾ, വെൽവിഷേഴ്സ്, പ്രത്യേകിച്ച് നവി മുംബൈ പോലീസ് കമ്മീഷണറേറ്റ്, താനെ പോലീസ് കമ്മീഷണറേറ്റ്, ഓൾ പോലീസ് കൂടെ നിന്ന് ഒരുമിച്ച് ഒരു ഇനിഷ്യേറ്റീവ് നടത്തിയിരിക്കുകയാണ്. ഈ നിൽക്കുന്ന ആളുകളെ ഓരോരുത്തരുടെ വീടുകളിൽ മടങ്ങിപ്പോകേണ്ടവരാണ്. പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് വലിയൊരു പദ്ധതികളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആയിരക്കണക്കിന് ആളുകൾ മിസൈ പട്ടണത്തിൽ വീണ് കിടക്കുന്നു. എല്ലാ മനുഷ്യരും അറിയേണ്ടത് വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, സദൃശവാക്യം 24:11-12. മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക, കുലയ്ക്കായി വിറച്ചൊല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ നിന്റെ ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കുകയില്ലയോ? എൻ്റെ പ്രാണനേക്കാത്തവൻ അറിയുകയില്ലയോ? മനുഷ്യൻ അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുകയില്ലയോ? ഇവർക്കെല്ലാവർക്കും വീടുകളുണ്ട്, മാതാപിതാക്കളുണ്ട്, സഹോദരി സഹോദരങ്ങളുണ്ട്. ഇവരെ ഈ ആശ്രമത്തിൽ വെച്ചുകൊണ്ടിരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഇവരെ തിരിച്ച് അവരുടേതായ ബന്ധപ്പെട്ട ആളുകളെ അവരുടെ കരങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ്. ഇത് ഓൾ ഇന്ത്യയിൽ ഇത് സംഭവിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരും പങ്കാളികളാകണം. റെസ്ക്യൂ നൈറ്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു.